യൂട്യൂബിൻ്റെ കാലം കഴിയുന്നു. വേറൊരു രീതിയിൽ പറഞ്ഞാൽ യൂട്യൂബിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ കാലം അസ്തമിക്കുന്നു. അതായത് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുത യൂട്യൂബിൽ തിരയുകയാണ് എന്നിരിക്കട്ടെ. മലയാളം സിനിമയെക്കുറിച്ച് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മലയാളം സിനിമയുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവർ ക്രിയേറ്റ് ചെയ്ത കണ്ടന്റ് ആയിരിക്കും ഇപ്പോൾ എനിക്ക് ലഭിക്കുന്നത്. എന്നാൽ ഭാവിയിൽ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ സഹായമില്ലാതെ എഐയുടെ സഹായത്തോടു കൂടി യൂട്യൂബിന് തന്നെ സ്വന്തമായി വീഡിയോകൾ നിർമ്മിക്കാൻ തുടങ്ങുമെന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സൊക്കെ കണ്ടന്റ് ഇടുന്നത് ഇനി നിർത്തുകയാവും നല്ലത് അല്ലേ? 1.5 വർഷം മുമ്പ് സോഷ്യൽ സയൻസ് പാഠശാല എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ പലരും എന്നോട് പറഞ്ഞു, ഇത് അതിനുള്ള സമയമല്ല, അല്ലെങ്കിൽ ഇതിപ്പോഴല്ല ചെയ്യേണ്ടിയിരുന്നത്, കോവിഡ് സമയത്ത് നീ തുടങ്ങണമായിരുന്നു, ഇനി തുടങ്ങിയിട്ട് എന്താണ് പ്രയോജനം? വേറെയും ചിലർ പറയുന്നു, ഇങ്ങനെ വീഡിയോ ഇട്ടാൽ നിന്റെ വീഡിയോകൾ റീച്ച് ആകില്ല, AI പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വീഡിയോകൾ നിർമ്മിക്കൂ, അത് ആൾക്കാർക്ക് കണ്ടിരിക്കാൻ തോന്നണം എന്നൊക്കെ. എല്ലാത്തിനുമുള്ള മറുപടി ഒന്നേ ഉള്ളൂ, നമ്മുടെ ഒരു ആക്ഷനെ നിർവചിക്കേണ്ടത് അതിൻ്റെ പർപ്പസ് അഥവാ ഇൻറ്റൻഷൻ കൊണ്ടാവണം. നമ്മുടെ ലക്ഷ്യം അല്ലെങ്കിൽ പർപ്പസ് എന്ന് പറയുന്നത് യൂട്യൂബ് വഴി കിട്ടുന്ന റീച്ചും മോണിറ്ററി ബെനിഫിറ്റ്സും ആണെങ്കിൽ നിങ്ങൾ ഇനി വീഡിയോ ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. ഇതിന് രണ്ടിനും അപ്പുറം ചിന്തിക്കുവാൻ, അപ്പുറത്തുള്ള എന്തെങ്കിലും പർപ്പസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോ ക്രിയേഷൻ, കണ്ടന്റ് ക്രിയേഷൻ നിങ്ങൾക്ക് നിർബാധം തുടരാം. എന്നെ സംബന്ധിച്ചിടത്തോളം ടീച്ചിങ് മാത്രമാണ് പർപ്പസ്. യൂട്യൂബ് എന്നത് ഒരു മീഡിയം മാത്രമാണ്. നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എന്നെ സംബന്ധിച്ച് വിഷയമല്ല. സുഹൃത്തെ, നമ്മളൊന്നും കേൾക്കാതിരുന്നിട്ട് പോലും റേഡിയോ സ്റ്റേഷനുകളിലൂടെ നിരവധി കലാകാരന്മാർ അവരുടെ കലാവിരുത് പ്രകടിപ്പിക്കുന്നുണ്ട്.